നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 66 ആവശ്യത്തിന് അടിപ്പാതകളില്ലെന്ന പരാതി ശക്തമാകുന്നു. പാത കടന്നുപോകുന്ന വിവിധ പ്രദേശങ്ങളിൽ ഇതിനായി സമരം ആരംഭിച്ചിട്ടുണ്ട്. ഇടപ്പള്ളി ചേരാനല്ലൂരിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ജനകീയ സമരം ശക്തി പ്രാപിക്കുകയാണ്. ദേശീയപാത 66 നിർമ്മാണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എറണാകുളം ജില്ലയിലെ പ്രവർത്തനങ്ങളാണ് കൂടുതലും പൂർത്തീകരിക്കാനുള്ളത്. എന്നാൽ നിർദ്ദിഷ്ട DPRൽ നിന്ന് വിഭിന്നമായാണ് ഇവിടെ നിർമ്മാണം നടക്കുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി. അശാസ്ത്രീയമെന്ന് പറഞ്ഞാൽ അങ്ങേറ്റ അശാസ്ത്രീയമാണ് ഈ ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഞങ്ങളുടെ പൂർവികർ ഇവിടെ നന്നായിട്ട് NH70 ഉണ്ടായിരുന്നപ്പോഴത്തേക്കും നല്ല റോഡ് ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾക്ക് ഇതാണ്. അതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരെ ഈ സ്ഥലം വിട്ടുകൊടുത്തിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു. തങ്ങൾ വികസന വിരോധികളല്ലെന്നും ചേരാനല്ലൂർ തൈക്കാവിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരത്തിനിടയ്ക്ക് ഒരിടത്തും പാത മുറിച്ചു കിടക്കാൻ സംവിധാനമില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഈ 2 കിലോമീറ്റർ ഞങ്ങൾക്ക് ഒരു അടിപ്പാതയിലൂടെ അനുവദിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എങ്ങനെ യാത്ര ചെയ്യും? അടുത്ത കാലത്ത് ഞങ്ങൾക്ക് മാത്രമല്ല വരും തലമുറക്ക് ഉണ്ടാകുന്നൊരു ഭവിഷ്യത്താണ് ഞങ്ങളിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വിട്ട് കഴിഞ്ഞാൽ 1 കിലോമീറ്റർ കുന്നുംപുറം പോകണം, അല്ലെങ്കിൽ 1 മീറ്റർ കണ്ടെയ്നർ റോഡ് പോകണം. ഈ 2 സ്ഥലത്തേക്ക് പോയിട്ട് നമുക്ക് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അത് ജനങ്ങൾക്ക് ഒരിക്കലും ഒരു പ്രായമായ ആളുകൾക്കൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അടിപ്പാത നിർമ്മാണം ആവശ്യപ്പെട്ട് ഹൈവേ അവകാശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുകയാണിവിടെ. ന്യൂസ് 18 കൊച്ചി.